കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ആലപ്പുഴ കൊല്ലം ജില്ലയുടെ ബോർഡറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊരു KSRTC ബസ്സിലൊക്കെ കയറുന്നൊരു ഓച്ചിറ ക്ഷേത്രം കാണാൻ പോയി. ഇവിടെ ഓച്ചിറ 12 വിളക്ക് മഹോത്സവം നടക്കുകയാണ്. അവിടെ നമ്മൾ ബോർഡറിലെത്തി. ബോർഡർ കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്നത് നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അവിടെ കർപ്പൂരമൊക്കെ വെച്ചിട്ട് നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം പിന്നെ മുൻപോട്ട് നമ്മൾ കാണുന്നത് ഒരുപാട് മാർക്കറ്റുകളൊക്കെയാണ്. അവിടെ നമ്മൾ കുറച്ച് മുൻപോട്ട് പോയി റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദേവീനെ പോയി പ്രാർത്ഥിക്കാം. കുറച്ചുകൂടി മുൻപോട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കാളയുടെ ഒരു നന്ദി പശുവിടെ ഒരു ശില്പം കാണാൻ പറ്റും. അവിടെ പോയി നമുക്ക് പശുവിടെ ഒരു ചെവി നമ്മൾ നന്നായി പൊത്തിവെച്ച് അടുത്ത ചെവിയിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞിട്ട് നമുക്ക് ആ ആഗ്രഹം തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൾരൂപം, കാല്, കൈ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ രൂപങ്ങളിൽ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ശരീരത്തിന് അസുഖമാണെങ്കിൽ നമ്മൾ ആൾരൂപം എടുത്തിട്ട് നന്നായി പ്രാർത്ഥിച്ച് നമുക്ക് അത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് അവിടെ വെക്കാവുന്നതാണ്. കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള തന്നെ ഒരുപാട് കാളകളെ കാണാം. ആ കാളകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ വെച്ച ശേഷം നമുക്ക് ആ കാളകളെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഒരു ആൽത്തറ കാണാൻ പറ്റും. ഈ ആൽത്തറയിൽ പോയി നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിന് ആൽത്തറയിൽ പ്രതിഷ്ഠ ഉള്ളത് കൊണ്ട് തന്നെയാണ് ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം എന്ന് ഇത് ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. നമുക്ക് ആ ഒന്നാമത്തെ ആൽത്തറയിൽ തൊഴുത് പ്രാർത്ഥിച്ച് കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ആൽത്തറ കാണാം. നമുക്ക് അവിടെയും പ്രാർത്ഥിക്കാവുന്നതാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർപ്പക്കാവ് കാണാം. അവിടെ സർപ്പഭഗവാനെ പ്രാർത്ഥിക്കുക. തൊട്ടടുത്ത് പുള്ളുവാൻ പാട്ടൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പുള്ളുവാൻ പാട്ടൊക്കെ പാടിക്കാവുന്നതാണ്. കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി, മഹാവിഷ്ണു ഒക്കെയുള്ള ഒരു തറ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് കുടിലുകൾ കെട്ടി ആളുകൾ ക്ഷേത്രാചാരപ്രകാരം താമസിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നേരത്തെ ഭക്ഷണമൊക്കെ ഇവർ നമുക്ക് തരും. ഇങ്ങനെ 12 ദിവസം വ്രതമെടുത്ത് ആളുകൾ താമസിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. കുറച്ച് വലിയൊരു കുളവും നമുക്ക് ഇതിനോട് ചേർന്ന് അമ്പലത്തിനോട് ചേർന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിറയെ ആമ്പൽ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാം. പോരാത്തതിന് വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട് ഇതിനോട് ചേർന്നിട്ട്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. നമുക്ക് കോളിഫ്ലവർ ബജി, മുളക് ബജി, അല്ലാതെ ഫാൻസി ഐറ്റംസ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇങ്ങനെ എല്ലാ ഐറ്റംസും കാണാവുന്ന ഒരു വലിയൊരു മാർക്കറ്റുള്ളൊരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ തൊഴുത ശേഷം നമ്മൾ വേറെ മാർക്കറ്റിലോട്ട് ഇറങ്ങി ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. സന്ധ്യയ്ക്കാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. വലിയ വലിയ മാർക്കറ്റുകൾ, ബാഗുകൾ, കുടകൾ, എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു അമ്പലമാണിത്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിലൊക്കെ കണ്ട് പതിയെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് നിറയെ കാർണിവൽ നടക്കുന്ന സ്ഥലങ്ങളും കാണാൻ പറ്റും. ഈ കാർണിവലിലൊക്കെ നമുക്ക് കയറി ഉപയോഗപ്പെടുത്താവുന്നതാണ്. മഴയായത് കാരണം നമ്മൾ കാർണിവലിലൊന്നും കയറിയില്ല. തിരിച്ച് ശേഷം ഉത്സവമൊക്കെ കണ്ട് മനസ്സിൽ നിറഞ്ഞ് നമ്മളൊരു KSRTC ബസ്സിൽ കയറി.